ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാവേ. ഇന്ന് ഈസ്റ്റർ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ഈസ്റ്ററൊക്കെ? എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിച്ചോ? എല്ലാവരുടെയും ഈസ്റ്റർ നന്നായിട്ട് പോയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ പറക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ. അപ്പം ഞങ്ങളുടെ കൊച്ചൊരു ഈസ്റ്റർ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങൾ കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാളെ ഈസ്റ്റർ. നസ്രത്തിൽ നിന്നും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം ലോകത്തെ പഠിപ്പിച്ച ദൈവപുത്രനായ മിശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഈ വർഷം ഈസ്റ്റർ പതിവ് പോലെ സൗദിയില്. ഈസ്റ്ററിനായിട്ടുള്ള ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ തലേ ദിവസമേ ആരംഭിച്ചു. ആദ്യം തന്നെ അപ്പത്തിനുള്ള അരി അങ്ങ് അരച്ചു വെച്ചു. രാവിലെ അപ്പം ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരിക്കും, അൻസു. മമ്മി മുടങ്ങാതെ ഈസ്റ്ററും ക്രിസ്മസും കൃത്യമായിട്ട് മമ്മി ക്ഷണിച്ചിരിക്കും. ചെല്ലുമ്പോൾ തന്നെ താറാവ് റോസ്റ്റും ബീഫ് കറിയും അല്ലെങ്കിൽ ബീഫ് ഫ്രൈ, ചിക്കൻ കറി ഇതെല്ലാം കാണും. മെയിനായിട്ട് ഈ അപ്പം ഉണ്ടാകും. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹാസന്ദേശം ജീവിതത്തിലൂടെ പകർന്നു തന്ന ദൈവപുത്രൻ. നസ്രത്തിൽ ഉദിച്ച് ആകാശ ഗോപുരങ്ങളിൽ തിളങ്ങിയ ദിവ്യജ്യോതിക്ക് മുന്നിൽ ആത്മപ്രണാമം. ഓരോ ഈസ്റ്ററും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയുടെ ഓർമ്മപ്പെടുത്തലുകൾ. മതിലുകൾ കെട്ടിയുയർത്തി അയൽബന്ധങ്ങൾ ഇല്ലാതാകുന്ന ഈ കാലത്ത് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവിനെ ഞാൻ ഇന്നോർക്കുന്നു. നിസ്വാർത്ഥമായ പരസ്നേഹഭാവത്തിൻ്റെ മാതൃകയായ നല്ല ശമരിക്കാരനാകാൻ ഈ പുണ്യദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ. ഇന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ചെറിയ ഈസ്റ്റർ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനായിട്ടുള്ള ചെറിയ ഒരുക്കങ്ങളിലാണ് ഞാൻ. രാവിലെ തന്നെ ചിക്കൻ കറിക്കും ബീഫ്, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ ഈസ്റ്റർ ആഘോഷിച്ചത് അതേപോലൊരു ഫുഡ് റെഡിയാക്കാനാണ് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ആഘോഷിക്കും. അതിന് ഒരു വേർവ്യത്യാസമോ ഒന്നുമോ ഞങ്ങളുടെ നാട്ടിലില്ല. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് അത് കണ്ടു വളർന്നുകൊണ്ട് തന്നെ എനിക്കും എല്ലാം ആഘോഷിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ സൗദിയിലുള്ള ചെറിയ ഈസ്റ്റർ ഒരുക്കങ്ങളുടെ കൊച്ചു വിശേഷങ്ങളാണ്. നിങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ മറക്കല്ലേ. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ഈസ്റ്റർ? നന്നായിരുന്നോ? എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വെള്ളരിപ്രാവുകൾ പറക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതീക്ഷകളുടെയും സന്തോഷങ്ങളുടെയും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകട്ടെ. ഞാൻ കുക്കിങ്ങിൽ അത്രയ്ക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എന്നാലും പ്രത്യേകിച്ച് കൂട്ടുകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും വലിയ കുഴപ്പമില്ലാതൊക്കെ ഫുഡ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഫസ്റ്റ് ചെയ്തത് ഫിഷ് കറിയാണ്, മീൻ കറി, ചൂരമീനായിരുന്നു. അത് കറി വെച്ചു. അപ്പം ഞാൻ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി മസാലകളെല്ലാം പച്ചമണം മാറാൻ വേണ്ടി ഇട്ടു. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുടംപുളി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്തെ. അപ്പം ഇന്ന് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയ. ഫസ്റ്റ് അവിയലൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചു. നമ്മൾ വിഷു 2 ദിവസം മുന്നേ ആയിരുന്നല്ലോ, 2-3 ദിവസം മുന്നേ ആയതുകൊണ്ട് നമ്മൾ അന്ന് സദ്യ അങ്ങനെയായിരുന്നല്ലോ. അപ്പം അവിയല് അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഈസ്റ്റർ ഒരുങ്ങാന്ന് വെച്ചു. അപ്പം മീൻകറിയൊക്കെ റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഒരു മനു ഓഫീസിൽ നിന്ന് വരുമ്പോൾ 5 മണിയാകും. അപ്പം ആ സമയത്ത് നമുക്ക് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പം ഞാന് മോര് കാച്ചി, കല്യാണി മോൾക്ക് മോര് കാച്ചിയത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പരിപ്പൊന്നും ഉണ്ടാക്കിയില്ല, പകരം മോര് കാച്ചുക ചെയ്തത്. പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കി. പിന്നെ ഇഞ്ചിക്കറി ഒഴിപ്പുണ്ടായിരുന്നു, ഇഞ്ചിക്കറി. പിന്നെ ബീഫ് റോസ്റ്റ്. പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. ഞങ്ങളുടെ നാട്ടിൽ മെഴുക്ക് പുരട്ടി എന്നാ പറയുന്നത്, ചിലർ ഉപ്പേരി എന്നൊക്കെ പറയുമല്ലോ. ചിക്കൻ കറി, എന്നാലും കുറച്ച് പെരട്ട് പോലെ ഉണ്ടാക്കിയത്, ഒരുപാട് ചാറോട് കൂടിയല്ല. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അപ്പോഴത്തേക്കും ഇതാണ് അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഫിഷ് കറിയൊക്കെ കിച്ചണിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചപ്പം ചുട്ടെടുത്തു, കാരണം ചോറുണ്ടല്ലോ. അപ്പം പിന്നെ ഒരു മധുരം വേണമല്ലോ എന്ന് കരുതി. ഒരു മധുരം ഇല്ലാതെ എന്താഘോഷം ഇല്ലേ? ഒന്നെങ്കിൽ ഒരു ഫ്രൂട്ട് സലാഡ്, അല്ലെങ്കിൽ ഒരു പായസം, എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ പാലട മിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാലട വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കി. ഞാൻ പക്ഷെ കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ചു. അതാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ചുമ്മാ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച്. പക്ഷെ കുറച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു, എന്നാലും ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ ഒന്ന് റെഡിയാക്കി. കുറച്ച് പായസമല്ല, ആദ്യം ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചേ. അപ്പൊ പക്ഷെ ഇങ്ങനെ തിളച്ചു വരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയതാ. അങ്ങനെ എല്ലാം റെഡിയായി. മനു ഓഫീസിൽ നിന്ന് വന്നു. ഞങ്ങള് കല്യാണിയും മനുവും ഞാനും എല്ലാം കൂടി ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ കട്ട്ലേറ്റ്, അപ്പം ആദ്യം കഴിച്ചു. പിന്നെ ചോറും മോരും സാലഡും എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ.